السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يتخذ من دون الله أندادا والذين آمنوا أشد حبا لله. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി സൂചിപ്പിക്കാനുള്ള നമ്മുടെ ബക്കറ്റ് കളക്ഷൻ റിലീഫ് സെല്ലിലേക്കുള്ളതാണ്. അപ്പോൾ ആ നിയത്തോടു കൂടെ അതിലേക്ക് സംഭാവന ചെയ്യുക എന്നാദ്യമായി തന്നെ ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, മനുഷ്യർ അവരുടെ സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഗേഹമായി, ഒരു ഇടമായി ഈ ഭൂമിയിലെ ജീവിതത്തെ കാണുക എന്നത് ഇസ്ലാമികമല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട്. അതിനെ അധിഷ്ഠിതമായി കൊണ്ട് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി സുഖിക്കാനുള്ള ഇടം പരലോകമാണ് എന്ന തലത്തിലേക്ക് മനസ്സിനെ പരിവർത്തപ്പെടുത്തേണ്ട ഒരു മനുഷ്യനാണ് മുസ്ലിം. എന്നാൽ ഭൂമിയിൽ അവനക്ക് സുഖിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ തരങ്ങളില്ല, ഇടങ്ങളില്ല എന്ന് അതിനർത്ഥമില്ല. പക്ഷേ അതിർവരമ്പുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ടായിരിക്കണം അവന്റെ സുഖാസ്വാദനങ്ങളുടെ ഇടപെടൽ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരു വലിയ സമരമാണ്, അല്ലെങ്കിൽ വലിയൊരു സമരമുഖത്താണ് പരിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ, സൂറത്തുൽ ബഖറ. അല്ലാഹുവിനെ കൂടാതെ പല ശക്തികളെയും തൻ്റെ ഇഷ്ടതോഴന്മാരായി അല്ലെങ്കിൽ തൻ്റെ പ്രണയനിയായി നിർമ്മിച്ചു വെക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത് മോശമാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനുകളുടെ സ്വഭാവം, മുസ്ലിമിന്റെ സ്വഭാവം, അവൻ അല്ലാഹുവിനെ ഏറെ ശക്തമായി പ്രണയിക്കുന്നവനാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയാണ് ലോകത്ത്. അടുത്ത കാലത്തൊന്നും കേരളീയർക്ക് അത് വലിയ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ലോകത്ത് എവിടെ നടക്കുന്ന ചലന നിശ്ചലനങ്ങളും ഇന്ന് ഏത് ഗ്രാമത്തിലും അറിയാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് ഗ്രാമാന്തരങ്ങളിൽ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും, എല്ലാ വൃത്തികേടുകളും, എല്ലാ നന്മകളും എല്ലാ നിലക്കും അതിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്മകളും കുറെ വരുന്നുണ്ട്. ഒരുപാട് നന്മകളുണ്ട്. ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ലോകത്ത് ബിസിനസ് രംഗത്ത് ഒരുപാട് പുതിയ സാധ്യതകൾ തുറക്കപ്പെട്ടു. അടുക്കളയിൽ ഉണ്ടാക്കപ്പെടുന്ന പ്രൊഡക്ട്സ് ലോക മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാൻ ഏത് സാധാരണക്കാരനും സാധ്യമാകും വിധത്തിൽ സ്റ്റാറ്റസിലൂടെയും മറ്റുമൊക്കെ സാധ്യമായി. അതതിന്റെ ഒരു പോസിറ്റീവ് വശമാണ്. പക്ഷെ അതേ സമയത്ത് ഒരു ഇസ്ലാമിക് വ്യൂ പോയിന്റിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ നെഗറ്റീവ് വശങ്ങളാണ് അഡ്രസ് ചെയ്യുക. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് വരുന്നു. വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ പ്രണയിക്കുന്നവർക്ക് ആഘോഷിക്കാനുള്ള ഒരു ദിവസം. വാലന്റൈൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. റോമാ ചക്രവർത്തിയുടെ ഒരു ഭരണകാലത്തുണ്ടായിരുന്ന കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പിന്റെ പേരാണ്. അയാൾ അവിടുത്തെ രാജാവിന്റെ മകളുമായി ജയിലിൽ കടന്നുകൊണ്ട് പ്രണയം നടന്നതിന്റെ പേരിൽ അയാളെ വധിച്ചു കളഞ്ഞു. പക്ഷേ ഇങ്ങനെ പ്രണയിക്കുന്നവർക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ഒരു സുദീർഘമായ ഒരു ഭാഗമാണ്. അത് അവിടേക്ക് ഞാൻ പോകുന്നില്ല. അന്ന് മുതലാണ് ഒരു ക്രിസ്തീയ സഭയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഫെബ്രുവരി 14 അന്ന് ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരുമായിട്ടുള്ള പ്രണയം പ്രകടിപ്പിക്കുവാനും സമ്മാനങ്ങൾ കൈമാറുവാനും ഒരു ദിവസം തെരഞ്ഞെടുക്കുക. അങ്ങനെ എന്നിട്ട് അതിന്റെ പേരിൽ
പെണ്ണുങ്ങളൊക്കെ വണ്ടി കയറ്റി, അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അവരൊക്കെ വണ്ടി കയറ്റി. അത് വിവാഹം കഴിഞ്ഞവരും അതിലുണ്ടാവും, കഴിയാത്തവരും ഉണ്ടാവും. കഴിയാത്തവരാകുമ്പോൾ വലിയ അപകടമായി, കഴിഞ്ഞവരാകുമ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നവരായി. ഒഴിഞ്ഞൊരു ഭാഗത്തേക്ക് പോവുക, ഫോട്ടോ എടുക്കുക, ഐസ്ക്രീം തിന്നുക, എന്തൊക്കെ ഇനിയിപ്പോൾ അതിൽ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യാം. കൊച്ചിയിലൊക്കെ അത് വളരെ ഭയങ്കരമായിട്ട് നടക്കുന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും. 10 60 വയസ്സായ ആൾക്കാരെയാണ് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടുവന്നത്, ഇവളെ കൂടെ കൂട്ടിയിട്ട് എത്ര 35 വർഷമായി അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ നാണം കെട്ട ഏർപ്പാടാണത്. ഞാൻ ഈ പറയുന്നതിനൊക്കെ ചില നന്മയുടെ വശങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാനത് ആദ്യം പറഞ്ഞു, ഞാൻ ആ നന്മയുടെ വശം പറയില്ല, അതല്ല ഇവിടെ അഡ്രസ് ചെയ്യണത്. പക്ഷെ ഇതൊക്കെ നൽകുന്ന ഒരു നെഗറ്റീവ് ഒരു മെസ്സേജ് സമുദായത്തിലുണ്ട്. വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുക, 80 കഴിഞ്ഞാൽ ആഘോഷിക്കുക. ഞാൻ 80 കഴിഞ്ഞ ആളാണ്. എന്താ അതായത് ഇത്ര പുതുമപ്പന്തള്ളത് 80 കഴിഞ്ഞാൽ അയാൾ 80 കൊല്ലം അള്ളാഹ് ഇബാദത്ത് എടുത്തോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ദിവസം. ആ സമയത്ത് മൂപ്പർക്ക് പുതിയ കുപ്പായം തുണിയൊക്കെ വാങ്ങി കൊടുക്കുകയാണ്. എന്തൊരു പോയത്തര അതൊക്കെ. 80 കഴിഞ്ഞു പറഞ്ഞാൽ എന്താ ആഘോഷിക്കാനുള്ളത്? എന്നിട്ടോ മോത്തുക്ക് നോക്കിയാലോ ഒരു നരച്ച രോമം കൂടി ഉണ്ടാവൂല, ഒക്കെ പെയിന്റ് അടിച്ചിരിക്കാണ്. ഇതാണ് സംഭവം. അപ്പൊ ഈ വിധത്തില് ഒരു നാണം കെട്ട ഏർപ്പാടായിട്ട് മുസ്ലിങ്ങൾ പോകാൻ പാടില്ല. അത് പാടില്ല. നമുക്ക് വയസ്സാകും തോറും പക്വത വേണം. കുട്ടികളുടെ സ്വഭാവത്തിലേക്കാണ് ബയോളജിക്കലായിട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവനൊരു ഇന്റേണൽ, അവന്റെ ഒരു മെന്റലി വളർച്ച അത് സംഭവിക്കണം. അത് സംഭവിക്കാൻ അവന് പക്വതയും പാകതയിലേക്ക് വളരുമ്പോൾ അവൻ അതിന്റെ ഒരു മെച്യൂരിറ്റി കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ വളരേണ്ടത്. ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണ്. അതിലൊക്കെ മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവൻ അല്ലാഹുവിനെ ഏറെ സ്നേഹിക്കുന്നവനായി കഠോരമായ സ്നേഹത്തിന്റെ മൂർധന്യ ദശയിലേക്ക് അവൻ എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. വൃത്തികെട്ട ജനങ്ങൾ അവർക്ക് ആഘോഷിക്കുവാനും അവരുടെ പ്രണയം പ്രകടിപ്പിക്കുവാനും അവരുടെ മോഹങ്ങൾ പ്രകടിപ്പിക്കുവാനും അവരുടെ ശക്തി സ്രോതസ്സായിട്ട് കാണിക്കുവാനൊക്കെ പലതും അവർ ലോകത്ത് നിർമ്മിച്ചുണ്ടാക്കും. പക്ഷേ മുഅ്മിനീങ്ങൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവന്റെ മെഡിറ്റേഷൻ അതാണ്. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ഒരു മെഡിറ്റേഷനാണ്. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശാസ്ത്രീയ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകാഗ്രത ലോകത്ത് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏകാഗ്രത അത് മുസ്ലിമിന്റേതാണ്. മുസ്ലിമിന്റെ മെഡിറ്റേഷനുമായി സമരസപ്പെടുത്താൻ പറ്റിയ ഒരു മെഡിറ്റേഷൻ സംവിധാനം ലോകത്തൊരു ശാസ്ത്രജ്ഞൻ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് യുദ്ധത്തിൽ കാലിൽ അമ്പ് തറച്ചപ്പോൾ വേദനയില്ലാതെ അത് എടുക്കണമെങ്കിൽ എപ്പോൾ എടുക്കണമെന്ന് ചോദിച്ചപ്പോ ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ ആ അമ്പ് പിഴുതെടുത്തോളൂ എന്റെ കാലിൽ നിന്ന്, ആ സമയത്ത് എനിക്ക് വേദന വളരെ കുറവിലേ ഞാൻ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞത്. സുജൂദ് അതൊരു മെഡിറ്റേഷനാണ്. ഏകാഗ്രതയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമ്പോ നമുക്ക് ശരീരത്തിന് വലിയ ശക്തി, ആരോഗ്യത്തിന് വലിയ ശക്തി, മനസ്സിന് വലിയ ശക്തി നൽകുമെന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു. അതാണ് നിസ്കാരം. ആ നിസ്കാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന മെഡിറ്റേഷനിലൂടെ ഇലാഹിയായ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ പിന്നെ പ്രണയിച്ചവർക്ക് ശരീരത്തെ തന്നെ കൊടുക്കാനും ത്യാഗങ്ങൾ ചെയ്യാനും സജ്ജമാകും. അതാണ് നോമ്പ്. റജബ് നോമ്പിന്റെ പടിവാതിൽക്കലാണ്. നോമ്പെന്ന് പറയുന്നത് കേവലം പട്ടിണി കിടക്കലല്ല, താൻ പ്രണയിക്കുന്ന പ്രണയിനിക്ക് വേണ്ടി എന്റെ ശരീരത്തിൽ ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണെന്ന ബഹിർപ്രകടനമാണ് നോമ്പ്. ആ നോമ്പിന്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിച്ചാൽ പിന്നെ മനുഷ്യൻ ആ പ്രണയനിൽ അങ്ങോട്ട് ലയിക്കുന്നതാണ് ഹജ്ജ് ലയനമാണ്. അതുകൊണ്ടാണ് ഭാഷാപരമായി ഹജ്ജ് എന്ന് പറയാൻ കാരണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ അൽ ഖസ്ദു എന്ന് കാണും കിതാബില്, ഡിക്ഷണറികളില്, നിഘണ്ടുകളില്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാന്തരം അൽ ഖസ്ദു, മനസ്സുകൊണ്ട് പൂർണ്ണമായും ഞാൻ ലക്ഷ്യം വെച്ചു എന്നാണ്. പിന്നെ എന്റെ മനസ്സിൽ മറ്റൊന്നില്ല. അതാണ് ലയിക്കൽ എന്ന് പറഞ്ഞാൽ. ഹജ്ജ് ലയനമാണ്. കാരണം ലയിച്ചവർക്ക് പിന്നെ ഷർത്തും ഫർളും കൂടുതൽ വേണ്ട. അതുകൊണ്ടാണ് ഹജ്ജിൽ വർത്താനം പറയാ, ഹജ്ജിൽ നടക്ക, ഹജ്ജിൽ ചലിക്ക, ഹജ്ജിൽ തിരിഞ്ഞോക്ക, ഒരുപാട് കാര്യങ്ങൾ അനുവദനീയമാണ്. നിസ്കാരത്തിൽ പറ്റൂല, കാരണം അവൻ ലയിക്കുന്നോടത്തേക്ക് എത്തിയിട്ടില്ല, എത്തുള്ളൂ. കാരണം എന്താ? സാധാരണക്കാരനും ഇസ്ലാമിൽ ഉണ്ടാവും.
അപ്പോൾ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നിസ്കാരം. നിസ്കാരം അങ്ങോട്ട് ലെവലായാൽ പിന്നെ നോമ്പ് ലെവലായാൽ പിന്നെ ഹജ്ജ്. ലയിച്ചവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വട്ടം കറങ്ങിയാലും നീളം പോയാലും വണ്ടി പോയാലും ഓന് മറ്റ് ചിന്തകൾ ഉണ്ടാവില്ല. അതാണ് ഹജ്ജ്. ഇவ்விதത്തിൽ ഒരു മെഡിറ്റേഷനിലൂടെ മുഅ്മിനീങ്ങളെ അല്ലാഹു മാറ്റിയെടുക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു എന്ന ശക്തിക്കപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആനന്ദം കാണുന്നുണ്ടോ, നിങ്ങൾക്ക് സന്തോഷം കാണുന്നുണ്ടോ, അല്ലാഹുവിനേക്കാൾ അപ്പുറത്തേക്ക്, അത് വലിയ തെറ്റാണ്. അത് ദുർജനങ്ങളുടെ നടപ്പാണ്. വല്ലദീന ആമനൂ, വിശ്വാസം കറകളഞ്ഞതാക്കി മനുഷ്യൻ ഏകാഗ്രതയിലൂടെ സഞ്ചരിച്ച് ഇലാഹായ തമ്പുരാനിലേക്ക് ലയിച്ചാൽ അശദ്ദു ഹുബ്ബില്ലാ, അവൻ പ്രണയത്തിന്റെ മൂർധന്യ ദശയിൽ അല്ലാഹു ലയിച്ചിരിക്കും എന്ന് അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു വലിയ വിഷയമാണ് ഈ വാലന്റൈൻ ഡേ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ശബ്ദം കേൾക്കുന്ന യുവ സുഹൃത്തുക്കൾക്കൊക്കെ വ്യക്തമായി മനസ്സിലാവുണ്ടാവും. ചിലപ്പോൾ പ്ലാൻ ചെയ്തവർ വരെ ഉണ്ടാവും. അതൊന്നും പാടില്ല, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇതിന്റെ ഒന്നും ഒരു കർമ്മശാസ്ത്ര, ഒരു ഭൗതികമായ ബെനിഫിറ്റുകളിലേക്കോ മറ്റു വശങ്ങളിലേക്കോ അല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത് ഉത്തമമായ വിശ്വാസിയുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്കാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്. ആ ദൗത്യമാണ് ഞാൻ ഇവിടെ നിർവഹിച്ചത്. ഇതിന് പല തലങ്ങളുണ്ട്, പല അവസ്ഥകളുണ്ട്, പല മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടാകും. അതെല്ലാം ബാക്കി വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കേന്ദ്രീകരിക്കുക, അള്ളാഹുലേക്ക് ലയിക്കാൻ ശ്രമിക്കുക, ആ ലയനത്തിലുള്ള സുഖം ആസ്വദിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.